മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. എളമക്കരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ബീന റാണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബീന, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? മോഹൻലാൽ എവിടെയാണ്? ആ, മരണസമയത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു അമ്മയ്ക്കൊപ്പം? അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ടോ? ബീന റാണി ചേരുന്നുണ്ട്. ബീന, നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? നീലിമ, അല്പസമയം മുമ്പാണ് മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ നടൻ മോഹൻലാൽ എളമക്കരയിലുള്ള വീട്ടിലെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്കാരം നാളെ തിരുവനന്തപുരത്തായിരിക്കും നടക്കുക. എന്തായാലും പക്ഷാഘാതത്തെ തുടർന്ന് 10 വർഷമായി ചികിത്സയിലായിരുന്ന അമ്മ ഇന്ന് അല്പസമയം മുമ്പാണ് മരണത്തിന് കീഴടങ്ങിയത്. അടുത്തിടെയാണ് മോഹൻലാലിന്റെ അമ്മയുടെ പിറന്നാൾ വലിയ ആഘോഷമാക്കി അദ്ദേഹം കൊണ്ടാടിയത്. എന്തായാലും അത് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ബന്ധുക്കളും അടങ്ങിയ നിരവധി പേർ അന്ന് അദ്ദേഹത്തിന്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷത്തിനായി എത്തിയിരുന്നു. അദ്ദേഹം അന്ന് അമ്മയും ഒത്ത് എടുത്തിരുന്ന ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തിരുന്നു. എന്തായാലും മോഹൻലാല് അമ്മയുമായി അടുത്ത വളരെ അഭേദ്യമായ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ്. അമ്മക്കുട്ടി എന്ന നിലയിലാണ് മോഹൻലാലിനെ അറിയപ്പെട്ടിരുന്നത്. അതായത് അമ്മയെക്കുറിച്ച് പറയാൻ, മകനെക്കുറിച്ച് പറയാൻ അമ്മയ്ക്കും എപ്പോഴും വലിയ സന്തോഷമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. ഏതാനും മൂത്ത മകന്റെ മരണശേഷം അതോടൊപ്പം തന്നെ അച്ഛൻ വിശ്വനാഥൻ നായരും മരണപ്പെട്ടതിന് ശേഷം അമ്മയും മകനും തമ്മിലായിരുന്നു ഏറ്റവും ഊഷ്മളമായ അല്ലെങ്കിൽ സ്നേഹമസൃണമായ ഒരു ബന്ധം സൂക്ഷിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മോഹൻലാൽ എവിടെ പോയാലും അമ്മയുടെ ആരോഗ്യ കാര്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുവായിരുന്നു. എപ്പോഴും അമ്മയുടെ പരിചരണത്തിനായി അദ്ദേഹം ഓടിയെത്തിയിരുന്നു. എവിടെയാണെങ്കിലും ആരോഗ്യ കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. സിനിമയിൽ കൂടിയാണെങ്കിലും മോന് ഒരു സങ്കടം വരുന്നതും മറ്റും അമ്മയ്ക്ക് വലിയ വിഷമമായിരുന്നു എന്ന് പലപ്പോഴും അമ്മ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുമ്പ് മരണം സ്ഥിരീകരിച്ചു. മോഹൻലാൽ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നാളെ തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം നടക്കുക. അവർ ഏറെക്കാലം ചിലവഴിച്ച നഗരമാണ് തിരുവനന്തപുരം. പത്തനംതിട്ട ഇലന്തൂരാണ് സ്വദേശമെങ്കിലും മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ ഉദ്യോഗാർത്ഥം തിരുവനന്തപുരത്താണ് അവർ ഏറെക്കാലം ചെലവഴിച്ചത്. മോഹൻലാലിന്റെ കുട്ടിക്കാലവും കോളേജ് വിദ്യാഭ്യാസവും അടക്കം തിരുവനന്തപുരത്താണ് നടന്നത്. പിന്നീടാണ് ചികിത്സാർത്ഥം. അതെ ബീന, മോഹൻലാൽ വല്ലപ്പോഴും ഒക്കെ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് മുടവൻ മുകളിലുള്ള ആ വീട്. ഏറെക്കാലം അമ്മ അവിടെയായിരുന്നു താമസം. ഒരുപക്ഷെ അമ്മയുടെ അന്ത്യാഭിലാഷവും അത് തന്നെയായിരിക്കാം. ജീവിതം ഏറെ നാൾ ചിലവഴിച്ച ആ വീട്ടിൽ തന്നെ, ആ നഗരത്തിൽ തന്നെ അന്ത്യവിശ്രമം എന്നുള്ളത് ഒരുപക്ഷെ അമ്മയുടെ ആഗ്രഹം കൂടിയായിരിക്കാം. നമുക്കറിയാം ബീന, മോഹൻലാൽ എന്ന നടൻ്റെ ആരാധകരിൽ ഏറെയും അമ്മമാരാണ്. മകനെപ്പോലെ, സ്ക്രീനിൽ കാണുന്ന മകനെപ്പോലെ ഒരു മകൻ തങ്ങൾക്കുമുണ്ടാകണേ എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ അമ്മമാർ നമുക്ക് ചുറ്റിലുമുണ്ടാകും. മോഹൻലാലിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി അമ്മമാർ ആഗ്രഹിക്കുന്ന നിരവധി വീഡിയോകൾ നിരന്തരം സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെ വൈറലാകാറുണ്ട്. അത് അമ്മയും മകനും തമ്മിലുള്ള ബോണ്ട് സിനിമകളിൽ എന്നതുപോലെ തന്നെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അച്ഛനും ജ്യേഷ്ഠനും മരിച്ചതിന് ശേഷം ബീന സൂചിപ്പിച്ചതുപോലെ അമ്മയും മകനും തമ്മിലുള്ള ആ ഇഴയടുപ്പം, അമ്മയുടെ ഏത് പിറന്നാളിലും ഓടി അമ്മയ്ക്കരികിലേക്ക് എത്തുന്ന മകൻ, അങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ആ ഒരു ഊഷ്മളമായ ബന്ധം. അവിടെയാണ് അമ്മ പോയി പറഞ്ഞിരിക്കുന്നത് ബീന. മോഹൻലാൽ തന്നെ പലപ്പോഴും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്മമാരെ എത്രത്തോളം കരുതലോടുകൂടി വേണം കാണാൻ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ ചില കഥാപാത്രങ്ങൾ നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്നതാണ്. അതായത് അമ്മയുമായുള്ള ബന്ധമുള്ള കഥാപാത്രങ്ങൾ. ഉദാഹരണത്തിന് കവിയൂർ പൊന്നമ്മ ആണ് മോഹൻലാലിന്റെ സിനിമയിലെ അമ്മ എന്ന് വിശേഷിപ്പിക്കാവുന്നത്. അപ്പൊ മോഹൻലാലും കവിയൂർ പൊന്നമ്മയും തമ്മിലുള്ള ചില സീനുകള്, ചില സന്ദർഭങ്ങള്, സിനിമയിലെ കഥാപാത്രങ്ങള് എല്ലാം തന്നെ അദ്ദേഹം വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതേ ഒരു ഊഷ്മള ബന്ധമാണ് അദ്ദേഹം അമ്മയുമായി സൂക്ഷിച്ചിരുന്നതെന്ന് വേണം അറിയാൻ. അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് താൻ അഭിനയിക്കുകയായിരുന്നില്ല, അമ്മ
അമ്മയോടുള്ള സ്നേഹം അതേപടി പ്രകടിപ്പിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്തരത്തിൽ വളരെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു അവർ രണ്ടുപേരും. അച്ഛന്റെ മരണശേഷവും സഹോദരന്റെ മരണശേഷവും മോഹൻലാൽ ഏറെക്കുറെ അമ്മയെ മാത്രമാണ് ഒരു ആശ്രയമായില്ലെങ്കിൽ കുടുംബത്തിൽ ഉള്ള ഒരാളെന്ന നിലയിൽ അത്ര സ്നേഹത്തോടെ അത്ര സന്തോഷത്തോടെ സമീപിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു പക്ഷാഘാതം വന്നതാണ് അമ്മയുടെ ആരോഗ്യനില വഷളാക്കിയതാണ്ട് 10 വർഷമായി അവർ നടക്കാനോ സംസാരിക്കാനോ ആകാത്ത അവസ്ഥയിലായിരുന്നു. അവരുടെ പരിചരണത്തിന് വേണ്ടിയാണ് അദ്ദേഹം കൊച്ചിയിൽ വീട് സ്വന്തമാക്കിയതും ഒപ്പം ഇവിടെ താമസം ആരംഭിച്ചതും. എന്തായാലും എവിടെ പോയാലും അമ്മമാരെ കാണുമ്പോഴൊക്കെ തന്നെ അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ഓർക്കാറുണ്ടെന്ന് മോഹൻലാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇലന്തൂരാണ് അവരുടെ സ്വദേശം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറെക്കാലം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ ഉദ്യോഗാർത്ഥം ഏറെക്കാലം തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നതിനാൽ തന്നെ തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം എന്ന് തീരുമാനിക്കുകയായിരുന്നു. അതനുസരിച്ച് നാളെ രാവിലെ തിരുവനന്തപുരത്തായിരിക്കും സംസ്കാരം നടക്കുക. നിലവിൽ നടൻ മോഹൻലാൽ അദ്ദേഹത്തെ അമ്മ ഇപ്പോഴുള്ള വസതിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ വ്യക്തത കൈവരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ അമ്മയെ കാണാൻ തീർച്ചയായും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും എല്ലാം എത്തിയേക്കും. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ നിര്യാണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ ഒരു സംഭവം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാക്കാൻ തന്നെ പര്യാപ്തമാണ്. കാരണം അത്രത്തിൽ അടുത്തവരായിരുന്നു അവർ. അത്രത്തിൽ ഒരു പലപ്പോഴും സൂചിപ്പിക്കുമ്പോഴെല്ലാം തന്നെ അമ്മയെക്കുറിച്ചും അമ്മയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും വളരെ വ്യാകുലനായിരുന്നു അദ്ദേഹം. പലപ്പോഴും അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറയാറുണ്ട്. അതെ ബീന, സിനിമയിൽ മാത്രമല്ല ജീവിതത്തിലും അമ്മയാണ് അദ്ദേഹത്തിന്റെ പ്രാണൻ. അമ്മയെ പ്രാണന് തുല്യം സ്നേഹിച്ച മകൻ, അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന, അമ്മയെ ഓർത്ത് കണ്ണു നിറയുന്ന മോഹൻലാലിനെ പ്രേക്ഷകർ ഒരുപാട് കണ്ടിട്ടുണ്ട്, പല അഭിമുഖങ്ങളിലും കണ്ടിട്ടുണ്ട്. ആ അമ്മയാണ് വിട പറഞ്ഞിരിക്കുന്നത്.